ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് ചൂഷണത്തിന് വഴിവെക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുക എന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന്റെ ലക്ഷ്യമെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. 10 ലക്ഷം കോടി ധനസമാഹരണം കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുക വഴിയാണ്. കേരളത്തിന്റെ പേര് പോലും ബജറ്റിലില്ല. കേരളത്തിന് കിട്ടേണ്ട അവകാശം പോലും നിഷേധിച്ചു. വയനാട് ദുരന്തം ഉൾപ്പെടെ പറഞ്ഞാണ് സഹായം ആവശ്യപ്പെട്ടിരുന്നത്. അടുത്ത നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാകും. അപ്പോഴാണ് ദരിദ്രരാകണമെന്ന് ജോർജ് കുര്യൻ പറയുന്നത്. കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അടിമതുല്യമായി ജീവിക്കേണ്ടി വന്ന കാലത്തെയാണ് ചിലർ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ജീർണത ആണ് സനാതനധർമ്മത്തിനു വേണ്ടി വാദിക്കുന്നവർ പ്രതിഫലിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളും ഇതുതന്നെയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF ഇപ്പോഴേ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങി. ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയാകുമെന്ന്. കോൺഗ്രസിൽ നിരവധി നേതാക്കളുണ്ട് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നവരെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. 3ാം തവണയും CPIM അധികാരത്തിൽ വരുമെന്നും 100 സീറ്റ് വിജയിച്ച് കേരളത്തിൽ LDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.